നമസ്കാരം. ദിവ്യ സഖാത്തി വാ തുറന്നാൽ CPM-ലെ പല പൂവൻ കോഴികളുടെയും ജാതകം മാറിമറിയും. പി ശശി മുതൽ ഇങ്ങോട്ട് പാർട്ടിക്കുള്ളിലെ രാപ്പനികളും കട്ടും കൊന്നും വെട്ടിപ്പിടിച്ചതിന്റെ കണക്ക് പുസ്തകങ്ങളുമെല്ലാം ദിവ്യയ്ക്ക് കാണാപാഠമാണെന്നാണ് സംസാരം. ശ്രീമതി ടീച്ചറുടെ തീവ്രത അളക്കുന്ന പ്രത്യേക മെഷീൻ പൊട്ടിത്തെറിച്ചു പോകുന്ന തരത്തിൽ അളവുകോൽ അതിർവരമ്പുകൾ ഭേദിക്കുന്ന പുണ്യാളന്മാർക്കെല്ലാം തന്നെ ദിവ്യയുടെ കുമ്പസാരം ഒരു തിരിച്ചടിയാകും. ഇക്കൂട്ടത്തിൽ ഈ ദിവ്യ തേജസ്സിനെ ഏറ്റവും ഭയപ്പെടുന്നവരിൽ ഒരാൾ MV ഗോവിന്ദൻ തന്നെയാണ്. കാരണം ദിവ്യയൊന്ന് വാ തുറന്നു പോയാൽ MV ഗോവിന്ദന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തുലാസിലാകും. ഗോവിന്ദന്റെയും മകന്റെയും അനധികൃത സമ്പാദ്യങ്ങളുടെ കണക്കുകളും തെളിവുകളും അടക്കം ദിവ്യയുടെ കൈവശമുണ്ട് എന്നാണ് അറിയാനാവുന്നത്. ഈ തെളിവുകൾ ദിവ്യ പുറത്തു വിടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഒളിവിൽ കഴിഞ്ഞ സമയത്ത് ദിവ്യയെ കണ്ട് കാല് പിടിക്കാനായി ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള എത്തിയത് എന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന രഹസ്യം. പാർട്ടി സെക്രട്ടറി പദവി ഏറ്റെടുത്ത ശേഷം ലണ്ടൻ, ഓസ്ട്രേലിയ തുടങ്ങി ഗോവിന്ദൻ നടത്തിയിട്ടുള്ള വിദേശയാത്രകളെല്ലാം തന്നെ എന്തിനു വേണ്ടിയായിരുന്നുവെന്നും എന്തെല്ലാം അനധികൃത ഇടപാടുകളാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നും ദിവ്യയ്ക്കറിയാം. മാത്രമല്ല CPM-ന്റെ വമ്പൻ സ്രാവുകളുടെ ബിനാമി സ്വത്തിടപാടുകളടക്കം പാർട്ടിക്കുള്ളിലെ എല്ലാവിധ കള്ളത്തരങ്ങളിലും ദിവ്യയ്ക്ക് പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ പിടിക്കപ്പെട്ടാൽ ഒറ്റയ്ക്കല്ല, തന്റെ കൂട്ടാളികളെയും ദിവ്യ കാട്ടിക്കൊടുക്കുമെന്ന ഭയമാണ് പലരെയും പരസ്യമായി ദിവ്യക്കെതിരെ തിരിയുന്നതിൽ നിന്നും പിന്നോട്ട് വലിച്ചത്. ഒടുക്കം 11 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തേക്ക് വന്ന ദിവ്യയെ എതിരേൽക്കാനും ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയടക്കം ജയിൽ കവാടത്തിൽ കാത്തു നിൽക്കേണ്ടിയും വന്നു. പാർട്ടി നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം എന്ന് പറഞ്ഞ MV ഗോവിന്ദന്റെ ഭാര്യ തന്നെ PP ദിവ്യയെ സ്വീകരിക്കാൻ പോയത് CPM-ന്റെ കാപട്യത്തിന്റെ നേർചിത്രമാണ്. പാർട്ടി നേതാവായ ഭർത്താവ് പറയുന്നത് ഇരയുടെ കുടുംബത്തിനൊപ്പമെന്ന്, വേട്ടക്കാരിയെ ജയിലിൽ നിന്നും സ്വീകരിക്കുന്നതാകട്ടെ പാർട്ടി നേതാവായ ഭാര്യ. ഇതാണ് കേരളത്തിലെ CPM-ന്റെ മുഖം. എന്തിനാണ് MV ഗോവിന്ദന്റെ സഹധർമ്മിണി വളരെ വിഷമത്തോടു കൂടി ദിവ്യയെ സ്വീകരിക്കാനായി ജയിലിൽ പോയത്? കൈക്കൂലി നൽകിയെന്ന് പറഞ്ഞിട്ടും വ്യാജരേഖ ചമച്ചുവെന്ന് ബോധ്യമായിട്ടും എന്തുകൊണ്ടാണ് പ്രശാന്തിനെതിരെ കേസെടുക്കാൻ മടിക്കുന്നത്? ഒരുപാട് ദുരൂഹതകൾ ഉണ്ടാക്കുന്ന പങ്കാണ് PP ദിവ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ CPM-നുള്ളത്. ഇതിനെല്ലാമുള്ള ഉത്തരം പുറത്തു വരുമ്പോൾ CPM ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പമാണ് എന്ന് വ്യക്തമാവുന്നു. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ജയിലിൽ സ്വീകരിക്കാൻ പോയിട്ടാണ് PP ദിവ്യക്കെതിരെ പാർട്ടി നടപടിയെടുത്തത് എന്ന് പറയുന്നത് വിരോധാഭാസമാണ്. പാർട്ടി അച്ചടക്ക നടപടിയെടുത്ത് തരം താഴ്ത്തിയ ഒരാളെ സ്വീകരിക്കാൻ CPM-ന്റെ ഉന്നത നേതാക്കൾ പോയത് എന്തിനു വേണ്ടിയാണ്? PP ദിവ്യയെ CPM ഭയപ്പെടുന്നുണ്ടോ? ആരുടേതാണ് പെട്രോൾ പമ്പ്? ആരുടെ ബിനാമിയാണ് പ്രശാന്ത്? ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ ഒരുപാട് രഹസ്യങ്ങൾ പുറത്തേക്ക് വരും. കളക്ടറുടെ മൊഴിയാണ് ജാമ്യം നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയെ കളക്ടർ കണ്ടതിന് ശേഷമാണ് ഇത്തരത്തിലൊരു കള്ളമൊഴി കളക്ടർ പറഞ്ഞിരിക്കുന്നത്. നവീൻ ബാബു അഴിമതിക്കാരനാണോ എന്ന് സംശയമുണ്ടാക്കുന്നത് തന്നെയായിരുന്നു കളക്ടറുടെ മൊഴി. അതേസമയം ആദ്യം വ്യാജരേഖ ചമച്ചത് AKG സെന്ററിലാണെന്നാണ് VD സതീശൻ ആരോപിക്കുന്നത്. വ്യാജരേഖ ചമച്ച് വ്യാജ പരാതി കൊടുത്ത പ്രശാന്തിനെതിരെ അന്വേഷണമോ കേസോ ഇതുവരേക്കും എടുത്തിട്ടില്ല. പ്രശാന്തൻ പ്രധാനപ്പെട്ട ചിലരുടെ ബിനാമി തന്നെയാണ്, അതുകൊണ്ട് തൊടാൻ പോലും പറ്റില്ല. ദിവ്യ ഒന്നും പുറത്തു പറയാതിരിക്കുന്നതിനു വേണ്ടിയാണ് പാർട്ടി സെക്രട്ടറിയുടെ സഹധർമ്മിണി തന്നെ നേരിട്ടെത്തി സ്വീകരിച്ചത്. ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ദിവ്യ പാർട്ടിക്കെതിരെ ചില നിലപാടുകൾ കടുപ്പിക്കുകയാണ്. നഷ്ടമായ സ്ഥാനമാനങ്ങളെല്ലാം തിരികെ നേടാതെ ദിവ്യ പാർട്ടിയുമായി ഒരു ഒത്തുതീർപ്പിന് തയ്യാറാവില്ല എന്ന് തന്നെയാണ് സൂചന. തന്നെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയവരെ കൊണ്ട് തന്നെ കൈ പിടിച്ച് തിരികെ കയറ്റാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ദിവ്യ. അതിനുള്ള വജ്രായുധം ദിവ്യയുടെ കയ്യിൽ ഉണ്ട് എന്നത് തന്നെയാണ് ഗോവിന്ദൻ അടക്കമുള്ളവരുടെ ഭയത്തിനും കാരണം. 20 വർഷക്കാലം പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത തന്നോട് പാർട്ടി നീതി കാട്ടിയില്ല എന്ന ദിവ്യയുടെ വാക്കുകളിൽ പൊതിഞ്ഞു വെച്ചൊരു ഭീഷണിയുടെ സ്വരമുണ്ട്. താൻ ജയിലിലായിരിക്കുമ്പോൾ തന്നോട് പാർട്ടി എടുത്ത നടപടി ഏറെ ക്രൂരമായി പോയി എന്ന് പറഞ്ഞ ദിവ്യ തന്റെ ഭാഗം കേൾക്കാതെ പാർട്ടി തന്നെ തരം താഴ്ത്തിയ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്.